പോക്കോയുടെ പോക്കോ പാഡ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ പാഡ് എന്ന ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പോക്കോ പാഡിൽ 12.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വന്നേക്കാം. 2.5K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. റെസൊല്യൂഷൻ വരിക 2560x1600 ആയിരിക്കും. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പീക്ക് ബ്രൈറ്റ്നസ് 600 nits വരെ വന്നേക്കാം. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 16:10 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. അവൻ തരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വന്നേക്കാം. അമ്മയുടെ ഡിസ്പ്ലേ ഒന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഈ ഒരു ടാബിൽ സ്റ്റൈലിസ് പെന്നിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കീബോർഡിൻ്റെ സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. പിന്നെ LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വന്നേക്കാം. കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ടാബിൽ വരും. Android 14 ബേസിലുള്ള HyperOS സോഫ്റ്റ്വെയർ ഇതിൽ വന്നേക്കാം. ക്യാമറയുടെ കാര്യത്തിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ വരാനാണ് സാധ്യത. ടാബിൻ്റെ പിന്നിൽ 8 MP ക്യാമറ സെൻസർ ആയിരിക്കും വരിക. പിന്നെ ഫ്രണ്ടിലും 8 MP സെൽഫി ക്യാമറ വന്നേക്കാം. ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ ക്യാമറ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 10,000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വന്നേക്കാം. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടും വരുന്നതായിരിക്കും. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ റെഡ്മി പാഡ് പ്രോ എന്നുള്ളൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോക്കോ പാഡ് എന്ന ടാബ്ലറ്റ് ആ ഒരു ടാബിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഗ്ലോബൽ മാർക്കറ്റിൽ പോക്കോ ബ്രാൻഡിങ്ങിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെയ് 23 ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഗ്ലോബൽ മാർക്കറ്റിലായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുക. ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തോളണം എന്നില്ല. പിന്നീട് ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ റെഡ്മി പാഡ് പ്രോ എന്നുള്ള ടാബ്ലറ്റ് 17,500 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു പ്രൈസിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കുറച്ചും കൂടി കൂടാനും ചാൻസ് ഉണ്ട്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും പോക്കോയുടെ പോക്കോ പാഡ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.